കാത്തിരുന്ന നിക്കാഹ് അവസാന ഭാഗം. ഹംസക്കിയെ സമാധാനിപ്പിച്ചുവെങ്കിലും ആമിനാത്തയുടെ ഉള്ളം പിടഞ്ഞുകൊണ്ടിരുന്നു. ഇക്കാക്ക, റസിയമോളും സുബൈറും എത്തി. റസിയ കാറിൽ നിന്നും ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സാധനങ്ങൾ കാറിൽ നിന്നും എടുത്തു വെച്ചു. റസിയ, നീ അകത്തു പോയി റെസ്റ്റ് എടുക്ക്, ഞാൻ കൊണ്ടുവെക്കാം അകത്ത്. അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. മോളെ, നീ ഞങ്ങളെയൊക്കെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അതിന് പേടിക്കേണ്ട ആൾക്കാർ നിങ്ങളല്ലല്ലോ ഉമ്മ. ആളതാ ഇവിടെ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട്. അതും പറഞ്ഞവൾ മുകളിലേക്ക് കയറിപ്പോയി. അവൾ പറഞ്ഞതിന്റെ പൊരുള് വല്ലതും നിനക്ക് മനസ്സിലായോ സേനു? മറുപടി ഒന്നും പറയാതെ സേനുത്ത വേഗം അകത്തേക്ക് കയറിപ്പോയി. ആ, പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് എന്താ കാര്യം? അവൾക്ക് ഇപ്പോഴും അവന്റെ മോനാണ് ശരി. എന്താ ചെയ്യാ? അങ്ങനെ 4-5 ദിവസം സേനത്ത് അവളെ കൊണ്ട് പണിയൊന്നും എടുപ്പിച്ചില്ല. സുബൈർ അവളോട് മിണ്ടാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഓരോന്ന് പറഞ്ഞവൾ ഒഴിഞ്ഞു മാറി. അവളുടെ അവഗണന സുബൈറിനെ തളർത്തിക്കൊണ്ടിരുന്നു. പിന്നെ വെറുതെ ഇരുന്നിട്ട് അവൾക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങിയിരുന്നു. നല്ല കാറ്റും മഴയും. വിറക് മുറ്റത്ത് കിടപ്പുണ്ട്. റസിയ ചെന്ന് ഓരോന്നായി എടുത്തു വെക്കാൻ തുടങ്ങി. മോളെ, അത് അവിടെ കിടന്നോട്ടെ, നല്ല കാറ്റും മഴ ഉണ്ട്, മേലേക്ക് വല്ലതും വീഴും, ഇങ്ങ് കയറിപ്പോരെ, ആയിഷുമ്മ വിളിച്ചു പറഞ്ഞു. അതൊന്നും പ്രശ്നമല്ല ആയിഷുമ്മ, അങ്ങനെ എന്തേലും വീഴാണെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നേരത്തെ അങ്ങ് പോകാലോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കളി വർത്താനം പറയാതെ ഇങ്ങ് കയറി വാ പെണ്ണെ. സേനു, ഈ ഇന്നലെ പറഞ്ഞത് ശരിയാണ്, അവളുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട്. അതെ ആയിഷുമ്മ, 2 ദിവസമായി ഞാൻ അവളെ ശ്രദ്ധിക്കുന്നു. പഴയ റസിയെ അല്ല അവൾ. അർത്ഥം വെച്ചുള്ള സംസാരവും നോട്ടവും അവളെ മനസ്സിലാകുന്നില്ലല്ലോ റബ്ബേ. റസിയ, റസിയ, എനിക്കൊരു ഗ്ലാസ് ചായ വേണം. നിങ്ങൾക്ക് ചായ തരാൻ ഞാൻ ആരാ? നിങ്ങളുടെ ആരുമല്ല ഞാൻ. അവൾ ഒരു പുസ്തകം മറച്ചു പിടിച്ചുകൊണ്ട് അതിലേക്ക് നോക്കിയിരുന്നു. അവൻ താഴേക്ക് ഇറങ്ങിപ്പോയി. ഉമ്മ, ഉമ്മ. എന്താടാ? എനിക്കൊരു ഗ്ലാസ് ചായ വേണം. റസിയ എവിടെ? ഉമ്മാക്ക് ഇപ്പൊ ചായ തരാൻ പറ്റോ ഇല്ലയോ? ഉമ്മ അവൻക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു. എടാ, ഇന്ന് നമ്മുടെ ജലീലിന്റെ മോളെ കല്യാണമുണ്ട്, എല്ലാവർക്കും പോകണം, അവർ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. നീ ചെന്ന് റസിയോട് ഒരുങ്ങാൻ പറ. റസിയ, കല്യാണത്തിന് പോകാൻ ഒരുങ്ങാൻ ഉമ്മ പറഞ്ഞു. എന്റെ ഡ്രസ്സും എടുത്തു വെക്കുമോ? ഞാൻ വേഗം കുളിച്ചു വരാം. ഇല്ല, എന്നെ ഇനി ഒന്നിനും പ്രതീക്ഷിക്കണ്ട, ഇനി എനിക്ക് എന്റെ കാര്യം മാത്രം. അതും പറഞ്ഞവൾ അടുത്ത റൂമിൽ പോയി ചുരിദാർ എടുത്തണിഞ്ഞു കല്യാണത്തിന് പോകാൻ റെഡിയായി. റസിയ, നിന്നെ ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്തു പറ്റി? എന്നോടുള്ള നിന്റെ പെരുമാറ്റത്തിൽ വല്ലാത്തൊരു മാറ്റം. അതെ, ഞാനിനി ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്താണ് അതിന്റെ കാരണം? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ഒന്നും വേണ്ട, താഴോട്ട് പോകാം. അവൾ ഗൗരവത്തോടെ സുബൈർ നോക്കി. അതും പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങി. സുബൈർ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു. പിന്നെ ഒരു തർക്കത്തിന് നിൽക്കാതെ വേഗം വേഷം മാറി അവളുടെ കൂടെ താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി. അവരെല്ലാവരും കൂടി കല്യാണത്തിന് പുറപ്പെട്ടു. കല്യാണ വീട്ടിലെത്തിയതും എല്ലാവരും റസിയെ തന്നെ നോക്കി അടക്കം പറഞ്ഞു ചിരിക്കുന്നുണ്ട്. ചിലർ ഭയത്തോടെ നോക്കുന്നുണ്ട്, അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നവരുമുണ്ട്. ഇതെല്ലാം റസിയാക്ക് വല്ലാത്ത വേദന നൽകി. താനിപ്പോ എല്ലാവർക്കും മുന്നിൽ ഒരു പരിഹാസപാത്രമായി മാറിയിരിക്കുന്നു. അവൾക്ക് അവിടെ നിന്നും പെട്ടെന്ന് ഓടിപ്പോവാൻ തോന്നി. സേനോ, അന്റെ മരുമകളല്ലേ ഇത്? അവളുടെ ഭ്രാന്തൊക്കെ മാറിയോ? സേനുത്ത വിഷമത്തോടെ റസിയെ നോക്കി. അതെ, എന്റെ മരുമകളാണ്, അവൾക്ക് ഭ്രാന്തൊന്നില്ല. മാറിയെന്ന് കരുതി സമാധാനിക്കണ്ട, മരുന്ന് നിർത്തിയാൽ അത് വീണ്ടും വരും. അങ്ങനെയുള്ളവർക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. പലരും പല അഭിപ്രായങ്ങളും പങ്കുവെച്ചു. ഉമ്മ, നമുക്ക് പോകാം. എന്താ മോളെ, എന്താ വല്ലായിക വല്ലതും? ഒന്നുമില്ല, എനിക്ക് എന്തോ ഒരു തരം വീർപ്പൂട്ടില്. അങ്ങനെ ഓരോരുത്തരുടെ കുത്തുനോവിക്കലും പരിഹാസവും കാരണം അവൾ വേഗം വീട്ടിലേക്ക് മടങ്ങി. റസിയയുടെ മുഖം ചുവന്നു തുടിച്ചിട്ടുണ്ട്.
ദേഷ്യവും സങ്കടവും പെയ്തൊഴിയാൻ വെമ്പി നിൽക്കുന്ന പോലെയുണ്ട്. എന്ത് പറ്റി റസിയ? വിവാഹത്തിന് പോയത് പോലെ അല്ലല്ലോ, മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. എന്താ ഇക്ക നിങ്ങളൊന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? എന്താണ് കാരണമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. നിങ്ങൾ കാരണം എന്റെ ജീവിതം ആകെ നശിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഭ്രാന്തി എന്നുള്ള മുദ്രകുത്തലും സഹതാപത്തോടെ ഉള്ള നോട്ടവും കുത്തുവാക്കുകളും പരിഹാസവും മടുത്തു. എനിക്ക് ജീവിതമേ മടുത്തു. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. റസിയ, എന്നോട് ക്ഷമിക്ക്. കിട്ടില്ലെന്നറിഞ്ഞിട്ടും ഏതോ ഒരുത്തിക്ക് വേണ്ടി കാത്തിരുന്ന എന്റെ ഹൃദയം നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നിന്നിലേക്ക് അടുക്കും തോറും എന്നിലെന്തോ ഭയം വന്ന് നിറയുന്നു. ഇന്ന് ശരിയാകും, നാളെ ശരിയാകും എന്നുള്ള പ്രതീക്ഷയിൽ 5 വർഷം കളഞ്ഞ ഞാൻ. പക്ഷേ എനിക്കിനി പ്രതീക്ഷയില്ല. ഞാൻ ഇനി ആർക്കും വേണ്ടിയും കാത്തിരിക്കുന്നില്ല. എല്ലാം അവസാനിപ്പിക്കണം, വേറൊരുത്തുകൊണ്ട് തന്നെ. റസിയ, നീ അങ്ങനെയൊന്നും പറയല്ലേ. ഇല്ല ഇക്ക, ഞാൻ തോറ്റുപോയി. സ്നേഹത്തിലൂടെ നിങ്ങളെ മാറ്റിയെടുക്കാമെന്ന് കരുതിയ ഞാൻ ഓരോ നിമിഷവും വിഡ്ഢിയായി മാറുകയായിരുന്നു. അവൾ പൊട്ടിക്കരഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ ആ മുംതാസ് എന്ന പെണ്ണിന്റെ നിഴൽ ഉള്ളെടുത്തോളം കാലം എന്നെ എന്നല്ല ഒരു പെണ്ണിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അത് തിരിച്ചറിയാൻ എനിക്ക് സമയം വേണ്ടി വന്നു. റസിയ, വെറുതെ ഭ്രാന്ത് വിളിച്ച് പറയല്ലേ. എന്റെ മനസ്സിൽ ഇപ്പോ അങ്ങനെ ഒരാളില്ല. എന്റെ നെഞ്ചിനകത്ത് ഇപ്പോ ഒരാളേ ഉള്ളൂ. അത് നീയാണ്, നീ മാത്രം. ഐ ലവ് യു റസിയ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഇതുപോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നിങ്ങൾ ഒരുപാട് പറ്റിച്ചതാണ്. നിങ്ങൾ ഇനിയും എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. റസിയ, നിന്റെ അവഗണന എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. പഴയ പോലെ സ്നേഹത്തോടെ പെരുമാറിക്കൂടെ നിനക്ക്? ആണല്ലേ? അപ്പോ ഞാൻ 5 വർഷം സഹിച്ചതോ? അതെന്താ വേദനയല്ലേ? വെറുതെ ഒരു തർക്കത്തിന് ഞാനില്ല. ഞാനും അവളും പുറംതിരിഞ്ഞിരുന്നു കൊണ്ട് ഭിത്തിയിലേക്ക് നോക്കിയിരുന്നു. എന്തു പറയും, എങ്ങനെ അവളെ ആശ്വസിപ്പിക്കും എന്നറിയാതെ അവൻ നീർമിഴികളോടെ അവൾ നോക്കി നിന്നു. എന്റെ റബ്ബേ, ഞാനിപ്പോ എന്റെ ജീവനേക്കാൾ ഏറെ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെ റസിയ പറഞ്ഞ് മനസ്സിലാക്കും? സുബൈർ ബെഡിലേക്ക് കയറി ഒരു വശം ചെരിഞ്ഞു കിടന്നു. ഇപ്പൊ അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. റബ്ബ് എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്കില്ല. എന്നെ ഭാര്യയായി ഇതുവരെ അംഗീകരിക്കാത്ത ഒരാളോട് ഞാൻ എന്തിനത് പറയണം? ഇക്കാനെ വിട്ടുപിരിയാൻ മനസ്സില്ല. എങ്കിലും എന്റെ ജീവനാണ് ഇക്ക. എന്നെ ഭാര്യയായി ഇതുവരെ അംഗീകരിക്കാത്ത ഒരാളോട് ഞാൻ എന്തിന് അത് പറയണം? ഇക്കാനെ വിട്ടുപിരിയാൻ മനസ്സില്ല. എങ്കിലും വിട്ടുപിരിഞ്ഞേ പറ്റൂ. ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഭാരമായി ഞാൻ ഇനി ഇവിടെ വേണ്ട. മിഴികളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ തറയിൽ പുതപ്പെടുത്തി വിരിച്ചു കിടന്നു. ഓരോന്ന് ഓർത്തുകൊണ്ടിങ്ങനെ. ഒരുപാട് പ്രതീക്ഷയും വിശ്വാസവും അതിലുപരി അദ്ദേഹത്തിനോട് അടങ്ങാത്ത സ്നേഹവും എനിക്കുണ്ടായിരുന്നു. അതെല്ലാം അവൾ മൗനമായി തേങ്ങി. ആ സമയം സുബൈറിന് എങ്ങനെ കിടന്നിട്ടും ഉറക്കം വന്നില്ല. അവന്റെ കണ്ണുകളിൽ നിന്നും ചുടുനീർ ഒലിച്ചിറങ്ങി. തെറ്റെല്ലാം എന്റെ ഭാഗത്താണ്. അവളെ മനസ്സ് കാണാനോ അവളുടെ സ്നേഹനിധിയായ ഭർത്താവാനോ എനിക്ക് കഴിഞ്ഞില്ല. എല്ലാം ശരിയാണ്. പക്ഷെ എന്റെ മനസ്സ് അന്നൊന്നും അതിന് പാകപ്പെട്ടിരുന്നില്ല എന്നതാണ് സത്യം. എന്റെ മനസ്സ് മനസ്സിലാക്കാനോ എന്റെ സങ്കടം കാണാനോ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും എല്ലാവർക്കും കഴിയും. എന്നെ മനസ്സിലാക്കാൻ എന്റെ ഉമ്മാക്ക് പോലും കഴിഞ്ഞില്ലല്ലോ എന്നതാണ് എന്റെ സങ്കടം. കുറ്റം പറയാനും നോവിക്കാനും എല്ലാവരും ഉഷാറാണ്. അതുപോലെ എല്ലാ ഒരാളെ മനസ്സിലാക്കാൻ കഴിയുകയെന്ന് അതെല്ലാവർക്കും കഴിയണമെന്നില്ല. ആത്മാർത്ഥമായി പ്രണയിച്ചവർക്ക് അതിന്റെ വേദന അറിയോ? അത് മനസ്സിൽ നിന്നും അങ്ങനെ വേഗം മാഞ്ഞു പോവില്ല. ഉള്ളിൽ കിടന്നിങ്ങനെ എരിഞ്ഞെരിഞ്ഞു തീരും. ആത്മാർത്ഥമായി പ്രണയിച്ചവർക്ക് അതിന്റെ വേദന അറിയോ? അത് മനസ്സിൽ നിന്നും അങ്ങനെ വേഗം മാഞ്ഞു പോവില്ല. അത് ആർക്കും മനസ്സിലാവാഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? സ്വയം ഒരുവ തന്നെ. കാത്തിരിക്കാം. അവൾ ശരിയാകും. അവളുടെ മനസ്സൊന്ന് ശാന്തമാകട്ടെ. കണ്ണുകൾ തുടച്ച് അവൻ വലത്തേ ഭാഗത്തേക്ക് ചിരിഞ്ഞു കിടന്നു. വെളിച്ചം ജനൽ വഴി കണ്ണിലേക്ക് അടിച്ചു കയറിയപ്പോഴാണ്
സുബൈർ ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. ഓ, സമയം ഇത്രയൊക്കെ ആയോ? അവൻ റസിയയെ നോക്കി. എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ അവൾ എണീറ്റ് പോയോ? സാധാരണ ഞാൻ എഴുന്നേൽക്കാൻ വൈകിയാൽ എന്റെ മുഖത്തേക്ക് വെള്ളം തെളിയിക്കുന്ന ആളാ. ഇത്രയും നേരായിട്ടും അവളെ കണ്ടില്ല. എന്ത് പറ്റിയാവോ അവൾക്ക്? ഞാൻ അവളോട് ചെയ്തത് ചെറിയ തെറ്റൊന്നുമല്ലല്ലോ. അതും പറഞ്ഞ് താടിയും മുടിയിലൂടെയൊക്കെ വിരലോടിച്ചുകൊണ്ട് ഒരു തോർത്തും ബ്രഷിമേൽ പേസ്റ്റുമാക്കിയവൻ ബാത്റൂമിലേക്ക് കടന്നു. റസിയ, മോളെ, 10 മണി കഴിഞ്ഞു. അവൻ ഇതുവരെ എണീറ്റ് വന്നില്ലല്ലോ. അസുഖം വല്ലതുണ്ടോ ആവോ സുബൈറിന്? നിങ്ങൾ എന്തിനാ കിടന്ന് ബേജാറാവുന്നത്? ചെറിയ കുട്ടിയൊന്നല്ലല്ലോ, എഴുന്നേറ്റ് വന്നോളും. അസുഖമൊന്നുമില്ല, സുഖം കൂടിയിട്ടാ എഴുന്നേറ്റ് വരാത്തത്. സേനത്ത് പിന്നെ അവളോടൊന്നും പറയാൻ നിന്നില്ല. ഇക്കാക്ക, നിങ്ങൾ കേട്ടില്ല അവള് പറഞ്ഞത്? അവൾ ഇപ്പോഴാടി ഒരു വിവേകമുള്ള കുട്ടിയായത്. അപ്പോഴേക്കും സുബൈർ താഴേക്ക് ഇറങ്ങി വന്നു. സുബൈറെ, നീയും റസിയയും തമ്മിലുള്ള പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? ഞാനും അവള് തമ്മിൽ എന്താ പ്രശ്നം? ഒന്നുമില്ലല്ലോ. അവളുടെ സംസാരം കേട്ടാൽ അങ്ങനെ തോന്നില്ലല്ലോ. ആ, എനിക്കൊന്നും അറിയില്ല, ഭ്രാന്ത് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ കയറി സ്വയം ചായ എടുത്ത് കുടിച്ചുകൊണ്ട് അവൻ മുകളിലെ അവളുടെ റൂമിലേക്ക് കയറിപ്പോയി. റസിയ വേഗം അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാം അടുക്കി പെറുക്കി ഒതുക്കി സുബൈറിന്റെ അടുത്തേക്ക് മുകളിലേക്ക് കയറി ചെന്നു. ഇക്ക, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ റസിയ? അവൾ അവന്റെ അരികിലായി വന്നിരുന്നു. ഞാനൊരു കാര്യം തീരുമാനിച്ചു, അത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. എന്താ എന്താ അത്? നാളെ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാണ്. ഇനിയൊരു തിരിച്ചുവരവ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവില്ല. അവളുടെ ആ വാക്കുകൾ അവന്റെ ഉള്ളം പൊളിച്ചു. റസിയ, റസിയ, എന്താ നീ പറഞ്ഞേ? സത്യം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണം റസിയ നിന്നെ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് നീ ഹോസ്പിറ്റലിൽ കിടന്ന അന്ന് എനിക്ക് മനസ്സിലായി. ഇല്ല ഇക്ക, എനിക്ക് നിങ്ങളിലെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾ എന്റേതാവുന്ന ദിവസം സ്വപ്നം കണ്ടു നടന്നിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു മോഹമില്ല. എന്റെ മനസ്സ് മരവിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. റസിയ, അങ്ങനെയൊന്നും പറയല്ലേ നീ. പിന്നെ ഞാൻ എങ്ങനെ പറയും? നിങ്ങൾ എന്താണ് എന്നെ സ്നേഹിക്കാത്തതെന്നും ഭാര്യയായി കാണാത്തത് എന്താണെന്നും നിങ്ങളുടെ ഡയറി കണ്ടത് മുതൽ എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ പരാതിയോ പരിഭവോ പറയാതെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. അവൾ പൊട്ടിക്കരഞ്ഞു. ഇനിയും ഞാൻ ഇവിടെ നിന്നുകൂടാ. നാളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങും. അതെന്റെ തീരുമാനമാണ്. അതിൽ നിന്നൊരു മാറ്റം ഇനി ഉണ്ടാവില്ല. ഒന്നും പറയാതെ മെഴുതിയ മുത്തുകൾ പൊഴിച്ചുകൊണ്ടവൻ ജനൽ വഴി പുറത്തേക്ക് നോക്കി നിന്നു. റസിയെ മാറോട് അണിച്ചു പിടിച്ച് ആ മൂർധാവിൽ ചുംബിക്കണമെന്നുണ്ടവന്. എന്നിട്ട് നീ എന്റെ പെണ്ണ, എന്റെ മാത്രമെന്ന് പറയണമെന്നുണ്ട് അവന്. പക്ഷേ അവന്റെ മനസ്സ് അവന് പിറകോട്ട് പിടിച്ച് വലിക്കുന്നു. എങ്കിലും അവളെ കൈപിടിച്ച് പറയണം എനിക്ക്. ഇനിയും അടിച്ചു നിന്നാൽ എനിക്ക് അവളെ നഷ്ടപ്പെടും. അവൻ അവളുടെ കൈ പിടിക്കാനായി റൂമിലേക്ക് നോക്കി. അപ്പോഴേക്കും അവൾ മുറിയിൽ നിന്നും പടിയിറങ്ങി പോയിരുന്നു. അവൻ ബെഡിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അവളുടെ റൂമിൽ നിന്നുള്ള ഒച്ചയും ബഹളം കേട്ട് സൈന്യത്തെ പറ്റുന്ന പോലെ പിടിച്ചുകൊണ്ട് കോൺസ്റ്റബിൾ കയറി അവളുടെ റൂമിലെത്തി. മോനെ, സുബൈറെ, എന്താ എന്താ പ്രശ്നം? എടാ, നീ കരയാണോ? എന്താ നിങ്ങൾക്ക് രണ്ടാൾക്കും പറ്റിയത്? എടാ എടാ നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കല്ലേ. എടാ, നീ ഇങ്ങനെ കിടന്ന് കരഞ്ഞാൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? എത്ര ചോദിച്ചിട്ടും അവനൊന്നും സൈനുത്തയോട് പറഞ്ഞില്ല. ഈ എന്താടി മൂങ്ങിക്കൊണ്ടുവരുന്നത്? എനിക്കൊന്നും അറിയില്ല. അവനോട് എത്ര ചോദിച്ചിട്ടും അവനൊന്നും പറയുന്നുമില്ല. തെറ്റ് മുഴുവൻ അവന്റെ ഭാഗത്താവുമ്പോ അവൻ എങ്ങനെ പറയും? ദേ മനുഷ്യ, നിങ്ങൾ കുറെ ദിവസമായി ഇത് തന്നെ പറയുന്നു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മോങ്ങാതെ പോ. എത്ര പറഞ്ഞാലും തിരിയാത്തൊരു സാധനം ഈ ദുനിയാവിലുണ്ടാവില്ല. ഞാൻ റസിയെ വിളിച്ച് സംസാരിച്ചു നോക്കട്ടെ. റസിയ മോളെ. എന്താ ഉപ്പ? എന്താ എന്റെ മോൾക്ക് പറ്റിയത്? നീയും കരയാണോ? കരഞ്ഞ് കൺപോളയൊക്കെ വീർത്തിരിക്കുന്നല്ലോ. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളോടൊന്നും പറയുന്നുമില്ല. ഇങ്ങനെ മിണ്ടാതെ സ്വയം ഒരുങ്ങി നടന്നാൽ എങ്ങനെ ശരിയാവും? ഞങ്ങളോട് പറഞ്ഞാലല്ലേ എന്ത് പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റൂ. ഇതങ്ങനെ പരിഹാരം കാണാൻ പറ്റിയ പ്രശ്നമല്ല ഉപ്പ.
ഒന്നും മനസ്സിലാവാതെ കോയ ഹാജിയും സൈന്യത്തെയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്നാലും എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നറിയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ലേ മോളെ? മോളെ, നീ കരുതുന്ന പോലെയൊന്നും അവനും മുംതാസും തമ്മിലുണ്ടായിട്ടില്ല. അതൊന്നുമല്ല ഉപ്പ പ്രശ്നം. കല്യാണം കഴിഞ്ഞതു മുതൽ ഇന്നലെ വരെയുള്ള സംഭവങ്ങൾ കണ്ണീരോട് അവൾ വിവരിച്ചു കൊണ്ടിരുന്നു. മടുത്തു. എന്നെ കൊണ്ട് വയ്യ ഇനി നാടകം കളിക്കാൻ. ഇനിയൊരു പരീക്ഷണത്തിന് ഞാനില്ല. മോളെ, ഞാനൊന്ന് അവനോട് സംസാരിച്ചു നോക്കട്ടെ. വേണ്ട ഉപ്പ, വേണ്ട. നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ 5 കൊല്ലം ഞാൻ പ്രതീക്ഷിച്ചില്ലേ? എന്നെ കൊണ്ടാവും പോലെ ഞാൻ ശ്രമിച്ചില്ലേ? എന്നിട്ടും നന്നാവാത്ത ഒരാൾ ഒരു നിമിഷം കൊണ്ട് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും? എങ്ങനെ അവളെ ആശ്വസിപ്പിക്കും എന്നറിയാതെ പാവങ്ങൾ വിഷമിച്ചു. അവളുടെ കൂടെ നിന്ന് കണ്ണീർ വാർക്കാനേ അവർക്കും ആയുള്ളൂ. രാത്രി ഭക്ഷണം അവർക്ക് ആർക്കും ഇറങ്ങിയില്ല. സുബൈർ റൂമിലേക്ക് പോകാൻ മടിച്ചുകൊണ്ട് ഉമ്മറത്ത് പോയിരുന്നു. കുറച്ചു സമയം ഇരുന്നപ്പോൾ അവനക്ക് തോന്നി, ഇതുവരെയുള്ള എല്ലാ തെറ്റുകൾക്കും അവളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് അവൾ ചാരത്തി കിടക്കണം എന്നാഗ്രഹിച്ച് അവന് മുകളിലെ അവളുടെ റൂമിലേക്ക് ഓടിച്ചെന്നതും അവളത് ആ താഴ്വിരിപ്പിൽ ചെരിഞ്ഞു കിടന്നുറങ്ങുന്നു. നിരാശയോടെ അവൻ ബെഡിൽ വന്നിരുന്നു. ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. അത് പുറത്തു തന്നൂടെ അവൾക്ക്. എല്ലാം മറന്ന് പഴയതുപോലെ സ്നേഹിച്ചൂടെ എന്നെ? അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തച്ചുടച്ചവനാണ് ഞാനെങ്കിലും എനിക്ക് മാപ്പ് തന്നൂടെ അവൾക്ക്? ഇല്ല, ഞാൻ വിട്ടുകൊടുക്കില്ല അവളെ. പടച്ചവൻ എനിക്ക് തന്ന നിധിയാണ് അവൾ. എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചവളാണ്. ഇപ്പോഴും ഞാൻ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് മനുഷ്യനാ? ഈ രാത്രി എന്താ തീരാത്ത പോലെ സുബൈറിന് തോന്നി. ഇരുന്നും കിടന്നും നടന്നും സുബൈർ നേരം വിളിപ്പിച്ചു. റസിയ പോകാനായി ഒരുങ്ങുകയാണ്. ഡ്രസ്സുകളെല്ലാം കവറുകളിലായി മടക്കി വെക്കുകയാണ്. ഞാൻ ഡ്രസ്സുകൾ ഓരോന്നായി മടക്കി വെക്കുന്നത് അദ്ദേഹം കാണുന്നില്ലേ? എന്റെ അടുത്തേക്ക് വന്ന് എന്നെ ഒന്ന് പുലുക്കിക്കൂടെ? നിന്നെ ഞാൻ എവിടേക്കും വിടില്ലെന്ന് പറഞ്ഞൂടെ? കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ഓരോന്നും എടുത്തു വെച്ചു. അവ ഓരോന്നും താഴെ ഇറക്കി ഉമ്മറത്ത് അവളുടെ ഉപ്പയെ നോക്കി നിന്നു. അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സുബൈർ അവളെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ചത്. റസിയ, മോളെ, നിന്നെ ഞാൻ വിടില്ല. നീ എന്റേതാണ്, എന്റേത് മാത്രം. അവളെ അവന്റെ മുഖത്തോട് തിരിഞ്ഞു നിർത്തി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പരിസരം മറന്ന് അവളുടെ കവിളുകളിൽ മുത്തങ്ങൾ കൊണ്ട് മൂടി. ഇക്ക, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. അവന്റെ മാറിലേക്ക് വീണവൾ പൊട്ടി പൊട്ടി കരഞ്ഞു. കോയ ഹാജിയും സൈന്യത്തെയും സന്തോഷ കണ്ണീർ പൊഴിച്ചുകൊണ്ട് മാറി നിന്നു. അതിനിടയിൽ ഹംസക്ക കാറുമായി എത്തിയിരുന്നു. മൂപ്പരോട് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് കോയ ഹാജിയും സൈനുമയും ആര് വീട്ടിലേക്ക് തിരിച്ചയച്ചു. സുബൈർ റസിയെ അകത്തേക്ക് കൂട്ടിപ്പോയി. ഉച്ചവെയിൽ കിരണങ്ങൾ വാതിൽ പഴുതിലൂടെ എത്തി നോക്കി കണ്ണി പൊത്തിച്ചിരിച്ചു. ഇത് കണ്ട് പക്ഷികളും മരങ്ങളും പുൽക്കൊടികളും പുഞ്ചിരിച്ചു. മംഗൾ നേരുന്നത് പോലെ അവസാനിച്ചു. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ